20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്മാരിൽ പ്രധാനിയാണ് പഞ്ചക്ഷരധാരിയായ വിശുദ്ധ പാദ്രെ പിയോ. 1887 ഇറ്റലിയിലെ പെട്രൽസീനയിലാണ് വിശുദ്ധന്റെ ജനനം. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ദർശനങ്ങളും അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചകളും ലഭിച്ചിരുന്നു. 15-ാം വയസ്സിൽ കപ്പൂച്ചിൻ സന്യാസി സംഘത്തിൽ അദ്ദേഹം ചേർന്നു. 1910 ഒരു വൈദികനായി നിയമിക്കപ്പെട്ട അദ്ദേഹം പിയോ എന്ന പേര് സ്വീകരിച്ചു. കുമ്പസാരം കേൾക്കാനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണമാണ് പാദ്രെ പിയോയുടെ ശുശ്രൂഷയെ അടയാളപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധനെ തേടിയെത്തിയിരുന്നു. പിയോയിൽ നിന്ന് ആത്മീയ മാർഗനിർദ്ദേശവും അനുരഞ്ജനവും നേടുന്നതിനും അവർക്ക് സാധിച്ചിരുന്നു. ആത്മാക്കളെ വായിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഹൃദയംഗമായ ഉപദേശവും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ്യം തേടാൻ പലരെയും ആകർഷിച്ചു. അത്ഭുതകരമായ രോഗശാന്തികൾ, പ്രവചനം എന്നിവ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അസാധാരണമായ അത്ഭുതങ്ങളാണ്. ആത്മീയ പിന്തുണയും വൈദ്യസഹായവും സംയോജിപ്പിച്ചുകൊണ്ട് 1956 അദ്ദേഹം കാസസലൈവോ ദെല്ലാ സഫറിൻസ എന്ന പേരിൽ ഒരു ആശുപത്രി പണി കഴിപ്പിച്ചു. 1968 സെപ്റ്റംബർ 23-നാണ് അദ്ദേഹം അന്തരിച്ചത്. 2002 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പഞ്ചക്ഷരധാരിയായ വിശുദ്ധൻ, 2-ാം ഫ്രാൻസിസ് അസീസി, കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അനുകമ്പയുടെയും വിശ്വാസത്തിന്റെയും പൈതൃകത്തിലൂടെ വിശുദ്ധ പാദ്രെ പിയോ ഇന്നും നമുക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്നു.